നമ്മുടെ കൊച്ചു കേരളത്തില് നമുക്ക് അഭിമാനിക്കാവുന്ന മലയാളി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇന്നിപ്പം കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്ക ആൾക്കാരും ഒന്ന് നെറ്റ് ചൊളിച്ചിട്ട് പറയും അല്ല എന്ന് പറയും. അതുപോലെ തന്നെ കേരളത്തിൽ നിങ്ങളിപ്പോൾ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്ക ആൾക്കാരും പറയും എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ബിസിനസ്സിൽ വിജയിച്ച ഒരുപാട് ആൾക്കാർ ഇത് നമുക്ക് ഇവിടെ അധികം കാണാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തി കേരളത്തിൽ ബിസിനസ് ചെയ്യാനും പണം ഇൻവെസ്റ്റ് ചെയ്യാനും തെളിയിച്ച ഒരാളാണ്. അപ്പൊ കേരളത്തിലെ സമ്പന്നനാണ്. അതുപോലെ തന്നെ 2022 ഫോർബ്സ് ഇന്ത്യ റിച്ച് ലിസ്റ്റില് 35ാം സ്ഥാനത്താണ് ഇദ്ദേഹത്തിന്. അപ്പം നമ്മളിന്ന് സംസാരിക്കുന്ന ആള് ആരാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതെ, കേരളത്തിന്റെ അഭിമാനം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, ഇന്ത്യയുടെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിയവൻ MA യൂസഫ് അലി. അപ്പൊ യൂസഫ് അലി മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരാള് MA യൂസഫ് അലി സാർ തന്നെയാണ്. സോ നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറി നോക്കാം. അപ്പൊ സക്സസ് സ്റ്റോറി പറയും മുമ്പ് യൂസഫ് അലി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ സഹായങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഏതൊരു മലയാളിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അദ്ദേഹത്തിന് മുന്നിലേക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് നൽകുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അപ്പൊ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം സഹായിച്ചിരിക്കും. ഇപ്പൊ 2018-19 പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് വലിയ ധനസഹായമാണ് അദ്ദേഹം നൽകിയത്. അപ്പം നമുക്ക് മലയാളികൾക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇപ്പൊ COVID-19 സമയത്ത് വലിയ സംഭാവനകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ആളുകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. സ്വന്തം നാട്, അതുപോലെ സ്വന്തം നാട്ടിലുള്ളവരോടൊക്കെ ഉള്ള സ്നേഹം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാടായ നാട്ടികയില് എന്നൊരു ചെറിയൊരു ഗ്രാമം, അവിടെ ഇന്ന് ഇപ്പൊ നല്ലൊരു ജീവിത സാഹചര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് ജോലി അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ അതുപോലെ മെഡിക്കൽ സെക്ടേഴ്സിലേക്കൊക്കെ നല്ലൊരു ഡൊണേഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത്രയെങ്കിലും നമുക്ക് പറഞ്ഞിട്ടേ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിരവധി ഇന്ത്യക്കാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകിയ ജീവിതമാണ് യൂസഫ് അലിയുടെ. സോ നമുക്ക് അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറി നമുക്ക് നോക്കാം. 1955 കേരളത്തിൽ തൃശൂർ ജില്ലയിൽ നാട്ടിക എന്ന സ്ഥലത്താണ് MA യൂസഫ് അലി ജനിക്കുന്നത്. യൂസഫ് അലി മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ എന്നാണ് മുഴുവൻ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന് ഗുജറാത്തിലെ ഒരു പലചരക്ക് കടയായിരുന്നു. ഒരു 16 വയസ്സായപ്പോൾ യൂസഫ് അലി അദ്ദേഹത്തിന്റെ അച്ഛന്റെ പലചരക്ക് കടയിൽ അച്ഛനെ സഹായിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അച്ഛനെ സഹായിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം തന്നെ പഠനമൊക്കെ പൂർത്തിയാക്കി. അപ്പൊ അദ്ദേഹത്തിന് ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിപ്ലോമയുണ്ട്. അതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ 1973 അദ്ദേഹം UAE പോവാണ്. അവിടെ അദ്ദേഹത്തിന്റെ അമ്മാവന് ഫാമിലി ബിസിനസ് നടത്തുമായിരുന്നു. അപ്പൊ അമ്മാവനെ സഹായിക്കാനായിട്ട് യൂസഫ് അലി UAE പോകുന്നത്. അപ്പൊ അബുദാബിയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെയായിരുന്നു MK അബ്ദുള്ള. അതായത് യൂസഫ് അലിയുടെ അമ്മാവൻ, കൊച്ചാപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ തുടക്കം MK അബ്ദുള്ളയിൽ നിന്നായിരുന്നു. യൂസഫ് അലി ദുബായിൽ എത്തുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ദുബായ് അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തികച്ചും ഒരു മരുഭൂമിയായിരുന്നു. അവിടെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വേനൽക്കാലത്ത് കൊടും ചൂടില് തറ തണുപ്പിക്കാനായിട്ട് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുമായിരുന്നു. അതിനുശേഷമാണ് തറയിൽ കിടന്നിരുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കഠിനമായ ചൂടില് ചരക്കുകൾ ചുമക്കുന്ന ജോലി പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ബിസിനസ് സാധ്യതകളെ കുറിച്ചൊക്കെ നിരന്തരം അദ്ദേഹം അന്വേഷിച്ചിരുന്നു. അപ്പോൾ കടയിൽ വരുന്ന സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സോ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഹോൾസെയിൽ വിലയ്ക്ക് വിറ്റുകൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഗൾഫിലൊക്കെ സാധനങ്ങൾ കൂടുതലും യൂറോപ്പിൽ നിന്നൊക്കെയാണ് വന്നിരുന്നത്. അപ്പൊ അതിനായിട്ട് അദ്ദേഹം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് അദ്ദേഹം സൂപ്പർ മാർക്കറ്റ് എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് ഗൾഫിൽ കൊണ്ടുവന്നുകൂടാ എന്നൊരു ഇത് തോന്നി അദ്ദേഹത്തിന്. അപ്പം ഗൾഫിൽ ആ ഒരു സമയത്ത് ആളുകൾ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഓരോ കട കയറി ഇറങ്ങുമായിരുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ആശയം വരുന്നത്. അതായത് എല്ലാം ലഭിക്കുന്ന ഒരു കട. അങ്ങനെയാണ് UAE സൂപ്പർ മാർക്കറ്റ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പൊ 1989 ആണ് അദ്ദേഹത്തെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. ഓർക്കുക, ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സ്വന്തമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് തന്റെ സ്വപ്നം 34ാം വയസ്സിലാണ് അദ്ദേഹം നേടിയെടുത്തത്. അപ്പം ഇത് ആൾക്കാർ രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് നല്ല ലാഭം നേടാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് മാറുന്നത്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, 90കളുടെ തുടക്കത്തിൽ ലുലു ഗ്രൂപ്പ് ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഈ ഒരു ഏരിയ ഭയങ്കര മോശമായിട്ട് അവസ്ഥയിൽ പോകുന്ന സമയമായിരുന്നു. അപ്പൊ UAE ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ 1990 ഗൾഫ് യുദ്ധം കാരണം ഇൻവെസ്റ്റേഴ്സ് UAE പണം നിക്ഷേപിക്കാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നൊരു കാലമായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് യൂസഫ് അലി പറഞ്ഞൊരു വാക്ക് രാജാവ് ഷെയ്ഖ് സായിദിനെ പോലും വലിയൊരു സ്വാധീനം ഉണ്ടാക്കി. അപ്പൊ യൂസഫ് അലി പറഞ്ഞ ഇതായിരുന്നു, ഞാൻ ഈ രാജ്യത്തെ വിശ്വസിക്കുന്നു എന്നതായിരുന്നു. അപ്പൊ ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് തന്നെ രാജാവ് യൂസഫ് അലിനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും ഇതുവഴി യൂസഫ് അലിക്ക് രാജകുടുംബമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. 1991 ആയപ്പോഴേക്കും ഗൾഫ് യുദ്ധമൊക്കെ അവസാനിച്ചു.
അപ്പോൾ UAE വളരാൻ വേണ്ടി തുടങ്ങി, അതിനൊപ്പം യൂസഫ് അലിയും വളരാൻ തുടങ്ങി. പിന്നെ പല മേഖലയിൽ അദ്ദേഹം ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ 2000 ആയപ്പോഴേക്കും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ തുടക്കം കുറിച്ചു. അപ്പോൾ എല്ലാ NRIകളും തിരിച്ചവരുടെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥ. ആ ഒരു സമയത്താണ് യൂസഫ് അലി തന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ മെയിൻ ബിസിനസ് റീറ്റെയിൽ സെക്ടറിലാണ്. അപ്പോൾ പല രാജ്യങ്ങളായിട്ട് റീറ്റെയിൽ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. ഇന്ത്യ, UAE, മലേഷ്യ, ഇന്തോനേഷ്യ, അങ്ങനെ ഒരുപാട്. UAE ഏറ്റവും വലിയ റീറ്റെയിൽ ചെയിനാണ് ലുലു ഗ്രൂപ്പ്. 2022 പ്രകാരം ലുലു ഗ്രൂപ്പിന് GCCയിൽ 200-ലധികം ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ 4 മാളുകൾ, മലേഷ്യയിൽ 1, ഇന്തോനേഷ്യയിൽ 4, അതുപോലെ തന്നെ പല രാജ്യങ്ങളും അവർ തുടർച്ചയായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ബിസിനസ്. അപ്പോൾ പല രാജ്യങ്ങളും അവർക്ക് പ്രസൻസ് ഉണ്ടെങ്കിലും അവരുടെ പ്രൈമറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ UAE തന്നെയാണ്. പിന്നെ പല മേഖലയിൽ അധികം ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. 2000 ആയപ്പോഴേക്കും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ തുടക്കം കുറിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UAEയിലാണ് അവരുടെ പ്രൈമറി ബിസിനസ്. പക്ഷെ കേരള തനിമ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് യൂസഫ് അലി. അപ്പൊ ഇന്ത്യക്കാർക്ക് രാജ്യത്തിന് പുറത്ത് ഒരുപാട് ജോലി അവസരങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ലുലു ഗ്രൂപ്പിന് 50,000-ലധികം എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ പല രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണ് ഇതൊക്കെ. അപ്പൊ ഇതിൽ 70% ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലുലു ഗ്രൂപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ COVID-19 സമയത്ത് പോലും അവർക്ക് ഫുൾ സാലറി നൽകിയിട്ടുണ്ട്. അതായത് ബിസിനസ് മോശമായിട്ട് പോകുന്ന സമയത്ത് പോലും അവർക്ക് ഫുൾ സാലറി പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2013-ലാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിലാണ് ലുലു ഷോപ്പിംഗ് മാൾ തുടക്കം ഇട്ടത്. അപ്പോൾ 1200 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ആയിരുന്നു ഇത്. ഇന്ന് അവർക്ക് ഇന്ത്യയിൽ 4 ഷോപ്പിംഗ് മാളുകൾ, ലാർജസ്റ്റ് കൺവെൻഷൻ സെന്റർ, അതുപോലെ തന്നെ വലിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല ലൊക്കേഷനിൽ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകൾ ഉണ്ടെന്ന് യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട്. 2005 യൂസഫ് അലിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൽ നിന്ന് പ്രവാസി ഭാരത് സമ്മാൻ അവാർഡ് ലഭിച്ചു. 2008 യൂസഫ് അലിക്ക് പത്മശ്രീ ലഭിച്ചു. 2010 ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. ചീഫ് മിനിസ്റ്റർ VS അച്യുതാനന്ദനിൽ നിന്നാണ് ലഭിച്ചത്. 2006 രാജീവ് ഗാന്ധി അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. യൂസഫ് അലിയുടെ സ്റ്റോറിലൂടെ എന്താണ് ഒരു ബിസിനസ്മാൻ, അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനായിട്ട് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. യൂസഫ് അലി വളരെ ചെറുപ്പത്തിൽ തന്നെ ഗ്രോസറി ബിസിനസ്സിലേക്ക് വന്ന് ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കറക്റ്റ് ഒരു ഒബ്സർവേഷനോടെ റിസ്ക് എടുത്തുകൊണ്ട് ബിസിനസ് സ്കെയിൽ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം നമ്മൾ കണ്ടതാണ് 1990-കളിൽ ഗൾഫിൽ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ രാജ്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി അത് സ്കെയിൽ ചെയ്തു. ഈവൻ കേരളത്തിൽ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എടപ്പള്ളിയിൽ ലുലു മാളും അതുപോലെ തന്നെ കൺവെൻഷൻ സെന്ററും തുടങ്ങി. അപ്പോൾ ഒരുപാട് പണം ഉണ്ടാക്കി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയൊന്നല്ല അദ്ദേഹം. വന്ന വഴി മറക്കാത്ത ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ചുറ്റുമുള്ളവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് മനസ്സ് കാണിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ കടന്നു വന്ന പാസ്റ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതിലൂടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയതെന്ന് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം ഒരു സക്സസ്ഫുൾ ബിസിനസ് സ്റ്റോറി പോലെ തന്നെ വളരെ ലളിതമായ തുടക്കമാണ് ഈ ഒരു വ്യക്തിയുടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പണമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമൊന്നുമല്ല നമ്മുടെ വിജയം തീരുമാനിക്കുന്നത്, മറിച്ച് നമ്മൾ ഇടുന്ന എഫേർട്സ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. സോ ഇത്രയായിരുന്നു ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ചാനലിൽ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ.